ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പല ദേശങ്ങളിൽ നിന്നും ജോലിക്കായി വന്ന ജനങ്ങൾക്കിടയിൽ IT ജോലിക്കാരിയാണ് അലീന. വൈകുന്നേരങ്ങളിൽ തെരുവുകളിൽ പരസ്പരം പരിചയമില്ലാത്ത ഒരു പറ്റം ജനതയെ കണ്ട് മടുപ്പ് തോന്നിയ കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവളെല്ലാം കൊണ്ടും അവിടെ സെറ്റായി. അവളവിടെ ജോലിക്കായി പോയതല്ല, അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ് അങ്ങോട്ട്. അവൾ പഠിച്ച പഠിപ്പിന് അവിടെ ജോലി സെറ്റാക്കിയെടുത്തെന്ന് മാത്രം. അവളുടെ ഭർത്താവിൻ്റെ കുടുംബം കാലങ്ങളായി അവിടെയാണ് താമസം. ഭർത്താവിൻ്റെ ചെറുപ്പത്തിൽ മൂപ്പരുടെ അച്ഛൻ ജോലിക്കായി അവിടേക്ക് പോയതാണ്. പിന്നീട് അവിടം ഫ്ലാറ്റ് വാങ്ങി കുടുംബത്തെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. നാട്ടിലെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അവളുടെ ഭർത്താവ് ബാംഗ്ലൂരിലാണ് പഠിച്ചു വളർന്നത്. അവളുടെ ഭർത്താവ് ജോയ് ഇപ്പോൾ വിദേശത്ത് ഹോട്ടൽ മാനേജറായി ജോലി ചെയ്യുന്നു. വർഷത്തിൽ ഒരു 3 മാസത്തിന് ലീവിന് വരും. അപ്പോഴാണ് അവളുടെ ആഗ്രഹങ്ങളെല്ലാം അവൻ സാധിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ കളിച്ച് തിമിർത്തുല്ലസിക്കും. അവളുടെ ഭർത്താവാണെങ്കിൽ ആൾ തരക്കേടില്ല, കാണാൻ സുമുഖൻ, നല്ല ആരോഗ്യവാൻ, മൊത്തത്തിൽ ആളൊരു കേമനാണ്. ആ ഒരു മാസം കൊണ്ട് തന്നെ അവളെ അവന് നുടച്ചു വയ്ക്കും. അവൻ്റെ പപ്പയും അവനെപ്പോലെ അക്കാര്യത്തിൽ കേമനായിരുന്നു എന്ന കേൾവി. അങ്ങേരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. 2 വർഷം മുമ്പേ മരണപ്പെട്ടു. അവളുടെ അമ്മായിയമ്മ സൂസമ്മ ബാങ്ക് ജീവനക്കാരിയാണ്. 55 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ അത് കണ്ടാ പറയില്ല. 5.4 ഉയരം, നല്ല വെളുത്തിട്ടല്ല, എന്നാലും വെളുപ്പിനോട് ചേർന്ന നിറം. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. ഒരുപാട് കൊതിയും ആഗ്രഹവും അവളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഭർത്താവില്ലാത്ത സങ്കടം പേറി ഒതുങ്ങി ജീവിക്കുകയാണ് സൂസമ്മ. പപ്പയില്ലാത്ത കുറവ് മമ്മിയുടെ മുഖത്ത് ചിലപ്പോഴൊക്കെ പ്രകടമാകും. വീട്ടിൽ വെറുതെ ചടഞ്ഞിരിക്കുകയല്ലല്ലോ. ബാങ്ക് ജീവനക്കാരി ആയതുകൊണ്ട് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം മടങ്ങി വരും. രാത്രി കുറച്ച് സമയം ഭക്ഷണം പാകം ചെയ്തും മറ്റും ചിലവാക്കുന്നത് കൊണ്ട് വലിയ ടെൻഷനില്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. എൻ്റെ കാര്യവും അതുപോലെ തന്നെ. മരുമകളായ എനിക്ക് ഭർത്താവ് കൂടെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോഴൊക്കെ തോന്നും. പക്ഷേ അത് അങ്ങേര് തന്നെ നല്ലപോലെ പരിഹരിച്ചു തരും. രാത്രി സമയങ്ങളിൽ വിളിച്ച് നല്ലതുപോലെ എന്നോട് സ്നേഹത്തോടെ പെരുമാറും, സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളിൽ വന്ന് എന്നെ നന്നായെന്ന് കാണാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കും. ഞാൻ പിന്നെ ഒട്ടും വിട്ടുകൊടുക്കില്ല, എല്ലാം അങ്ങ് തുറന്ന് കാണിക്കും. ആ സമയത്തെല്ലാം അങ്ങയുടെ കുറുമ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നല്ലതുപോലെ ആസ്വദിക്കും. അങ്ങനെ ഇത്രയും കാലം ഹാപ്പിയായി പോകുമായിരുന്നു ഞാൻ. അതിനിടക്ക് മൂപ്പർക്ക് വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി. അതിൽ പിന്നെ മൂപ്പർക്ക് രാത്രികാലങ്ങളിൽ വീഡിയോ കോളിൽ വരാൻ പറ്റാതെയായി. ഞാനാണെങ്കിൽ അങ്ങേരെ കണ്ടുകൊണ്ട് ഒന്നും പറ്റാത്തതിൻ്റെ സങ്കടം പേറി കുറച്ച് ദിവസം എൻ്റെ ശ്രദ്ധ തന്നെ വിട്ടുപോയി. ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങി ഫ്ലാറ്റിലെത്തി ബാഗിൽ നിന്നും ചാവിയെടുത്ത് കതക് തുറക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല. വാതിൽ തുറന്നു വരുന്നില്ല. 1-2 വട്ടം ശ്രമിച്ചപ്പോഴാണ് അകത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. കോളിംഗ് ബെൽ അമർത്തി മമ്മി വന്ന് വാതിൽ തുറന്നു തന്നു. ഞാൻ അകത്ത് കയറി. അന്ന് ഒരു 2ാം ശനിയായിരുന്നു. മമ്മിക്കന്ന് ബാങ്ക് അവധിയാണല്ലോ. ഞാനത് അപ്പോഴാണ് ഓർത്തത്. മമ്മി വാതിൽ ലോക്ക് തുറന്ന് തിരിഞ്ഞു നടന്നപ്പോൾ മമ്മിയിലെന്തോ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു. കാര്യം എനിക്ക് മനസ്സിലായി. മമ്മി ഇതുവരെ ഒറ്റയ്ക്കായിരുന്നല്ലോ, അതുകൊണ്ട് മമ്മി പരിപാടിയിലായിരിക്കും. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ എനിക്കും പൂതി കയറി. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. ഞാനും എൻ്റെ റൂമിലേക്ക് ഓടി. എല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഒന്ന് ഫ്രഷായി വന്നു. മോളെ, ചായ കുടിച്ചോളൂ. ചായയുടെ കൂടെ കഴിക്കാൻ മമ്മി വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ ഇരുന്ന് അത് കഴിച്ചു. മമ്മി നല്ല ഹാപ്പിയാണ്. മമ്മി അറിയാതെ മമ്മിയെ ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു. സാധാരണ പോലെ തന്നെ മമ്മി അണിഞ്ഞൊരുങ്ങിയാണ് നിൽക്കുന്നത്. ഈ പ്രായത്തിലും മമ്മിക്ക് ആഗ്രഹങ്ങളുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ ചിരിച്ചുപോയി. എന്താ മോളെ ചിരിക്കുന്നത്? മമ്മി ചോദിച്ചു. ഏയ് ഒന്നുമില്ല മമ്മി, ഞാൻ പഴയത് ഓരോന്ന് ആലോചിച്ചപ്പോൾ ചിരിച്ചു പോയതാ. ഓ അങ്ങനെയാണോ? അന്ന് മുതൽ വീട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാൻ അമ്മായിമ്മ പതിവായി. പപ്പ പോയ അന്ന് മുതൽ ഇന്ന് വരെ മമ്മിക്ക് അടുക്കളയിലേക്കൊന്നും അത്ര ശ്രദ്ധയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനെല്ലാം മമ്മി എന്നോടൊപ്പം ഉണ്ടാകും.
മമ്മി ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം പ്രത്യേക ടേസ്റ്റാണ്. മമ്മിക്ക് പ്രത്യേക കൈപ്പുണ്യമാണ്. അന്നു മുതൽ മമ്മി വളരെ ഹാപ്പിയാണ്. പപ്പയില്ലാത്ത സങ്കടം പതിയെ മമ്മി മറന്നു തുടങ്ങി. അതിന് കാരണം മമ്മി ഒറ്റയ്ക്കാവുമ്പോൾ മമ്മി നന്നായി ആനന്ദിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് റോഡിൽ ബ്ലോക്കൊന്നും പെടാതെ അല്പം നേരത്തെ എത്തി ഞാൻ എൻ്റെ സ്കൂട്ടർ പാർക്ക് ചെയ്ത് ഫ്ലാറ്റിൽ ലിഫ്റ്റിലൂടെ മുകളിലേക്ക് നീങ്ങി. ഞാൻ താമസിക്കുന്ന നിലയിലെ കോറിഡോറിൽ ചെന്നപ്പോൾ റൂമിന് നേരെ തിരിഞ്ഞു നടന്നതും റൂമിൻ്റെ വാതിൽ തുറന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് എന്താണെന്നറിയാതെ താഴെ നിലയിലോട്ടുള്ള സ്റ്റെയർ കേസിലേക്ക് പെട്ടെന്ന് മാറി നിന്നു. അയാൾ അകത്തേക്ക് നോക്കി എന്തോ സംസാരിക്കുന്നുണ്ട്. അതാ മമ്മി വാതിക്കൽ നിന്ന് അയാളുമായി സംസാരിക്കുന്നു. ഇങ്ങനെ സംസാരിക്കുന്നത് ആര് കണ്ടാലും സംശയം തോന്നില്ല. മമ്മി വാതിക്കലും അയാൾ പുറത്തുമാണല്ലോ. അയാൾ ആരാണെന്നറിയാൻ ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കി. അത് ഫ്ലാറ്റിലെ ജീവനക്കാരൻ മീശക്കാരൻ വാസുവേട്ടനാണ്. മീശക്കാരനെന്ന് പറഞ്ഞാൽ തന്നെ അയാളെ ഫ്ലാറ്റിലെ എല്ലാവരും അറിയും. അയാൾക്കൊരു തരം കൊമ്പ മീശയാണ്. മീശ കാണാൻ നല്ല ചേലാണ്. അയാളിപ്പോൾ ഇങ്ങോട്ട് വരും. അയാൾ ലിഫ്റ്റിലേക്ക് വരുമ്പോൾ എന്നെ കാണാൻ ചാൻസ് കൂടുതലാണ്. വരുമ്പോൾ കാണാതിരിക്കാൻ ഞാൻ സ്റ്റെപ്പ് വഴി താഴെ നിലയിലേക്ക് ഇറങ്ങി. അനുവും ഭർത്താവും വാതിൽ ലോക്ക് ചെയ്ത് പുറത്തേക്കെങ്ങോ പോകാൻ ഇറങ്ങുന്നിടയിലാണ് ഞാൻ ചെന്ന് പെട്ടത്. എന്നെ കണ്ട അനു എങ്ങോട്ടാ, ഇങ്ങോട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. കിട്ടിയ ചാൻസിന് ഞാൻ തിരുത്തലൊന്നും വരുത്തി പിടികൊടുക്കാൻ നിന്നില്ല. അതെ, നിന്നെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞു. എന്താ കാര്യം അലീന മാഡം? അനു ചോദിച്ചു. നിങ്ങൾ രണ്ടും കൂടി എങ്ങോട്ട് പോകുന്നു? അത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അതിനായി ഇറങ്ങിയതാ. എന്നിട്ടവൾ ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ, ചേട്ടൻ പോയി വാങ്ങിക്കൊണ്ട് വന്നാൽ പോരെ, ഞാനും പോരണമെന്നുണ്ടോ? ആഹാ, പോരാന്നും പറഞ്ഞ് ശല്യപ്പെടുത്തി എൻ്റെ പുറകെ കൂടിയിട്ട് ഇപ്പോൾ നീ പോരുന്നില്ലേ? അത് പിന്നെ ചേട്ടാ, വീട്ടിലൊറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ടല്ലേ, കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഇപ്പോൾ ചേച്ചിയുണ്ടല്ലോ. ഓ അങ്ങനെ, എന്നാൽ ശരി, നീ ഇവിടെ നിന്നോ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ പോരണ്ടെന്ന്. അത് കേട്ടിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ഞാൻ പോയി സാധനങ്ങൾ വാങ്ങി വന്നാനേ. എന്നാൽ ശരി, ഞാൻ പോയി. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്ക്. അയ്യോ അനു, അത് വേണ്ട. നീ മൂപ്പരുടെ കൂടെ പുറത്തു പോകാൻ ഒരുങ്ങി ഇറങ്ങിയതല്ലേ, അതിന് നീ മുടക്കം വരുത്തണ്ട. നീ പൊക്കോ. ഞാൻ വെറുതെ ഇറങ്ങിയതാ, ഞാൻ പിന്നെ വരാം. അതും പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞയച്ചു. അവർ പോയതോടെ ഞാൻ മെല്ലെ കോണിപ്പടി കയറി മുകളിലേക്ക് നടന്ന് മെല്ലെ എത്തി നോക്കി. അങ്ങനെ അവിടെയൊന്നും കാണുന്നില്ല. ഞാനൊന്നും അറിയാത്ത പോലെ ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. മമ്മി വന്ന് വാതിൽ തുറന്നു തന്നു. മമ്മി കുടിച്ചൊരുങ്ങി ഡ്രസ്സെല്ലാം മാറിയ നിലയിലാണ് ആ സമയം ഞാൻ മമ്മിയെ കണ്ടത്. പൊതുവേ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുളിക്കാറില്ലാത്തതാണ്. ഇല്ലെങ്കിൽ രാവിലെ ഒരു കുളി പതിവാണ്. ജോലി കഴിഞ്ഞ് വന്ന വൈകുന്നേരം ഒന്ന് മേല് കഴുകുകയും ചെയ്യും. ഇതിപ്പോൾ 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തു. ആ സംശയം തീർത്തരാൻ പറ്റിയ ഒരാളെ എനിക്ക് വേണമെന്ന ചിന്തയിലായി ഞാൻ. അപ്പോഴാണ് ഒരു ഐഡിയ എൻ്റെ മനസ്സിലുദിച്ചത്. വാസുവേട്ടനെ കണ്ട് മാറുന്നത് ഞാൻ ചെന്നുവിട്ടത് അനുവിൻ്റെ മുന്നിൽ. അവൾക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതു നേരവും ഫ്ലാറ്റിലുണ്ടാകും. മമ്മിയെ വീക്ഷിക്കാൻ അവളെ ഏൽപ്പിക്കാം. അങ്ങനെ ഞായറാഴ്ച വന്നെത്തി. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ സ്കൂട്ടർ എടുത്ത് പുറത്തുപോയി മടങ്ങി വരുമ്പോൾ ഫ്ലാറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നതും അനുവിൻ്റെ ഭർത്താവ് ധൃതിയിൽ ബൈക്കിൽ എങ്ങോട്ടോ ബാഗും തൂക്കി പോകുന്നത് ഞാൻ കണ്ടു. അന്നേരം എനിക്കൊരു ഐഡിയ തോന്നി. ഇതാണ് പറ്റിയ സമയം. എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നതിന് പകരം അവളുടെ ഫ്ലാറ്റിലേക്ക് സാധനങ്ങളുമായി ഞാൻ ചെന്നു. ഇതെന്താ സാധനങ്ങളൊക്കെയായി ഇങ്ങോട്ട്? പുഞ്ചിരിയോടെ അനു ചോദിച്ചു. അവളുടെ മുഴുവൻ പേര് അനുപമ. അവൾ എന്നെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ ചെന്ന് സോഫയിലിരുന്നു. എവിടെ നിന്ന് വരിക? അവൾ ചോദിച്ചു. അത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ, അത് വാങ്ങാൻ ഞാൻ ടൗണിൽ പോയതായിരുന്നു. വരുന്ന വഴി നിൻ്റെ കെട്ടിയോൻ ബൈക്കിൽ എങ്ങോട്ട് പോകുന്നത് കണ്ടു. അവനുണ്ടാവുമ്പോൾ എങ്ങോട്ട് വരാൻ ഒരു മടിയാ. നിന്നെ കണ്ടിട്ട് മുകളിലേക്ക് പോകാമെന്ന് കരുതി കയറിയതാ. ആ, അതേതായാലും നന്നായി. എത്ര കാലമായി ഞാൻ ഇങ്ങോട്ടേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ പറയുന്ന മാത്രം മിച്ചം. നിങ്ങൾ വരുന്നതും കാണുന്നേ ഇല്ല. അവസാനം ഞാൻ നിങ്ങളോട് പറയുന്നങ്ങ് നിർത്തി.
ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളെ കിട്ടാൻ എത്ര കാലമായി ഞാൻ തിരയുന്നു. എടി അത് പിന്നെ ഞങ്ങൾക്കൊക്കെ ജോലി തിരക്കല്ലേ. ജോലി കഴിഞ്ഞ് വന്ന വീട്ടിലെ ജോലികൾ വേറെയും. അത് കഴിഞ്ഞ് എവിടെയടി നേരം? അത് ശരിയാ. അല്ലടി, നിന്റെ ഭർത്താവ് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം പൊതുവെ എത്താറുണ്ടോ? ആ, അധിക ദിവസം എത്തും. അല്ല, അന്ന് ചേച്ചി എന്തോ കാര്യം പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വഴിക്ക് കണ്ടില്ലല്ലോ. എടി അത് അന്ന് ഞാൻ വെറുതെ ഇറങ്ങിയതാ. നിന്റെ ഭർത്താവിൻ്റെ മുന്നിൽ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ഓ അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു അന്നാ പറയാതെ മാറ്റിവെച്ച കാര്യം ഇന്ന് പറയാൻ വന്നതാണെന്ന്. അന്നത്തെ പോലെ അല്ല, ഇന്ന് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടടി. അല്ല, നിന്റെ ഭർത്താവ് എങ്ങോട്ട് പോയതാ? അത് ചേച്ചി, ജോലിയുടെ ഭാഗമായി എവിടെയോ ഒരു പാർട്ടിയുണ്ട്, അതിനൊരുങ്ങിപ്പോയതാ. രാത്രി വൈകുമെന്ന് പറഞ്ഞാൽ പോയത്. ഭക്ഷണമൊക്കെ കഴിച്ച് കൂത്താടി അങ്ങേര് അല്പനേരം വൈകും. അല്ല, ചേച്ചിക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എന്നെ നീ ചേച്ചി നിന്നും വിളിക്കണ്ട, അലീനെന്ന് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. അത് ചേച്ചി, ചേച്ചി എൻ്റെ എത്രയോ വയസ്സ് മൂത്തതല്ലേ. ആ, അതൊന്നും നീ നോക്കണ്ട, നീ അങ്ങനെ വിളിച്ചാൽ മതി, അതാ എനിക്കിഷ്ടം. പിന്നെ അന്ന് നീ എന്നെ ഇവിടെ പുറത്തു വെച്ച് കണ്ടില്ലേ? അന്ന് ഞാൻ നിന്നെ കാണാനേ വന്നതല്ല. പിന്നെ അത് അന്ന് ആ മീശക്കാരൻ സെക്യൂരിറ്റി വാസൂട്ടനെ ഞാൻ കണ്ടിട്ട് മാറിയതാ. എന്തിന്? അത് ഞാൻ ലിഫ്റ്റ് ഇറങ്ങി നടക്കുമ്പോൾ വാസുവേട്ടൻ ഞങ്ങളുടെ റൂമിൻ്റെ വാതിക്കൽ തുറന്ന് പുറത്തിറങ്ങുന്നത് കണ്ടു. മൂപ്പര് കാണാതെ ഞാൻ കോണിപ്പടി വഴി ഇങ്ങോട്ട് ഇറങ്ങിയതാ. അങ്ങേർക്കെന്താ ഞങ്ങളുടെ വീട്ടിൽ കാര്യമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടി കിട്ടുന്നില്ല. ഓ അതാണോ കാര്യം? എനിക്കിത് മുൻപേ സംശയമുണ്ട്. മൂപ്പരെ കാണുമ്പോൾ നിന്റെ അമ്മായിയമ്മയ്ക്ക് ഒരിളക്കമ്മ. ഏ, അപ്പോൾ നീ പറഞ്ഞു വരുന്നത്? അതെ ചേച്ചി, ചേച്ചിയുടെ അമ്മായിയമ്മയെ മൂപ്പര് നല്ലതുപോലെ മുതലാക്കുന്നുണ്ട്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങ് ഒരു 6 മാസം മുമ്പ് ഇവിടുത്തെ സെക്യൂരിറ്റി പഴി ഒഴിവാക്കിപ്പോയി. ഇപ്പോൾ വേറൊരു ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ മൂപ്പരിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല. എൻ്റെ ബലമായ സംശയം അങ്ങേര് കൂടെ ജോലി ചെയ്ത പഴയ സ്റ്റാഫുകളെ കാണാനെന്ന മട്ടിൽ ഇങ്ങോട്ട് വന്ന് അവരെയൊക്കെ കണ്ട് ചുളിവിൽ മമ്മിയെ കാണാൻ വരുന്നതാണ്. ഏ, അതാകുമോ? ഇനി വേറെന്തെങ്കിലും വന്നതാണോടി? അതെനിക്കറിയില്ല. മുമ്പ് സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന ഒരാൾ വേറെ എന്തിനാ ചേച്ചിയുടെ മമ്മിയെ കാണാൻ അടുത്ത് വരണം? എൻ്റെ ബലമായ സംശയം അത് തന്നെയാണ്. ഷേ, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ച് നടക്കുന്നു. ആ തള്ളയ്ക്ക് ഇതെന്തിൻ്റെ കേടാ? ഞാൻ പറഞ്ഞു. ആ, ചിലർ അങ്ങനെയാ ചേച്ചി. ശരിയാ, നിന്നെപ്പോലെ ഭർത്താവെന്നും കൂടെ വേണം, എന്നാലേ ഒരിതുള്ളൂ, ഞാൻ പറഞ്ഞു. ഏയ്, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. ഒന്ന് പോടി തോന്നലോ, നിങ്ങൾക്കെന്നും ഉല്ലസിക്കാലോ, ഞാൻ പറഞ്ഞു. വെറുതെയാ, അത്രയ്ക്കൊന്നും ഇല്ല ചേച്ചി. ഞാനൊന്ന് ഹാപ്പിയായി വരുമ്പോഴേക്കും അങ്ങേര് നിർത്തിപ്പോവും. അങ്ങേര് അപ്പോഴും ഹാപ്പിയാണ്. ആണോ? അപ്പോൾ നീ ഹാപ്പി ആകില്ലേടി? പിന്നെ നീ എന്തു ചെയ്യും? ഞാൻ ചോദിച്ചു. ഞാനെന്ത് ചെയ്യാൻ, പതിവ് പരിപാടി തന്നെ. ആഹാ, അപ്പോൾ എപ്പോഴും മൂപ്പര് അങ്ങനെയാണോടി? ആ, അധികവും. എല്ലാം ആയെന്ന മൂപ്പരുടെ വിചാരം. അല്ലനു, നിനക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോൾ 24 കഴിഞ്ഞു. ഓ ശരിയാ, ഈ സമയത്തൊക്കെ നല്ലതുപോലെ ആഘോഷിക്കേണ്ട പ്രായമാണ്. നിൻ്റെ ഈ പ്രായത്തിൽ ഞാൻ നന്നായി ആഘോഷിച്ചിരുന്നു. ഏ, അതിന് ചേച്ചിയുടെ കെട്ടിയോൻ ഗൾഫിലല്ലേ? ഇല്ലടി, അന്ന് നാട്ടിലായിരുന്നു. എന്നും ആളത്ര മോശമല്ല, ഇപ്പോൾ വിദേശത്തായതുകൊണ്ടാ. ആ ചേച്ചി, അതിനും വേണം ഒരു ഭാഗ്യം. അല്ല, ചേച്ചിക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 38. ഏ, 38? കണ്ടാൽ പറയില്ല. ആണോ? ആ അതെ ചേച്ചി. മക്കളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണല്ലേ, ഇങ്ങോട്ട് വരവൊന്നുമില്ലേ? അവൾ ചോദിച്ചു. ആ, വെക്കേഷന് വരും. അല്ലാത്തപ്പോഴൊക്കെ അവർ നാട്ടിൽ പോകും. അവിടെയാവുമ്പോൾ അവരുടെ പ്രായക്കാരായ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ, ഞാൻ പറഞ്ഞു. ഞാനിവിടെ ശരിക്കും ഒറ്റപ്പെട്ട പോലെയാടി, ഞാൻ പറഞ്ഞു. ആണോ? അല്ലടി, മൂപ്പര് വേറൊന്നും ചെയ്തു തരില്ലേ? ആ,
വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ. ആണോ? നിനക്കതിൽ ഏതാ കൂടുതൽ ഇഷ്ടം? ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി, സ്നേഹത്തോടെ മൊത്തത്തിൽ എനിക്കിഷ്ടമാണ്. ആണോ? എന്നാ അനു, ഞാനൊരു കാര്യം നിന്നോട് ആവശ്യപ്പെടട്ടെ? എന്താ ചേച്ചി? അത് ഞാൻ നിനക്ക് അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം പോരട്ടോ. അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.